ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് വിജയുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ ഞാനും കുറച്ച് ചിരിച്ചു, കാരണം ഇയാളിത് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനും ആലോചിച്ചു. പക്ഷെ ഞാൻ രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും ജസ്റ്റ് ഒന്ന് റീവാച്ച് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടത്, വിജയ് ചെയ്തതിൽ ഒരു തെറ്റൂലാണ്. കാരണം പുള്ളി ചുമ്മാ അങ്ങ് ഓടിയതല്ല. കാരണം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി, വിജയ് ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യനാണ്, പ്യുവർ പൊളിറ്റീഷ്യനാണ്. അതിപ്പോൾ ആസ് ആൻ ആക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പബ്ലിക്കായിട്ട് വരേണ്ട ഒരു കാര്യം വിജയ്ക്ക് ഇപ്പം ഇല്ല. പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ, അതും ഈ ഇലക്ഷന്റെ സമയത്ത് ഉറപ്പായിട്ടും ഒരു പബ്ലിക്കായിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേ പറ്റുള്ളൂ. പക്ഷേ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത്രയും കാട്ടിക്കൂട്ടലുകൾ കാണിക്കാമെങ്കിൽ പോലും പുള്ളിയുടെ ജീവന് ഏത് സമയത്താണ് ആപത്ത് വരാമെന്ന് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫുള്ളി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ വിജയ് കടന്നു പോകുന്നത്. അതിപ്പോൾ എതിർ പാർട്ടിക്കാരുടെ അറ്റാക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റാരുടെയും അറ്റാക്ക് ഏത് സമയത്തും ഉണ്ടാവാം. നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ മനസ്സിലാവും. ആ വിജയ് ഓടുന്നതിന് തൊട്ട് മുമ്പ് പുറകിൽ നിന്ന്, അതായത് വിജയുടെ പുറകിലുള്ള ആ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ കോൾ പ്രകാരമാണ് വിജയ് ആ ഒരു അവയർനെസ് എടുത്തിട്ട് ആ സൈക്കിളും അവിടെ ഇട്ടിട്ട് ആൾ ഓടിയത്. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാവും. വിജയ് ചെയ്തതിൽ എനിക്ക് തെറ്റൊന്നും ഒന്നുമില്ല. അത് ആരാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ലൈഫിൽ ത്രെട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ അവിടെ ഒരു പബ്ലിക്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സംശയാസ്പദമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം കണ്ട് നമ്മൾ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുക. ഇപ്പോൾ എതിരെ വരുന്നവൻ ആരാധകനാണോ അറ്റാക്കറാണോ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വിജയ് ചെയ്തത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിൽ കളിയാക്കാൻ മാത്രം ഒന്നുമില്ല. മേ ബി ഫസ്റ്റ് വാച്ചിൽ എല്ലാവർക്കും ഇത് പിടികിട്ടണമെന്നില്ല. ഞാനും പിടികിട്ടാണ്ട് ചിരിച്ച് തള്ളിയിട്ടുണ്ടായിരുന്നു, ഇയാളത് എന്തൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, മനസ്സിലാവാത്ത കൂട്ടുകാരൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാം, മനസ്സിലാക്കി കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ തോട്ട്സ് ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് താഴ്ന്ന് കമന്റ് ചെയ്യും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.